തെക്കൻ കേരളത്തിലെ ചരിത്രപ്രസിദ്ധമായ തൂക്കം വഴിപാട് നടക്കുന്ന ഒരു ക്ഷേത്രമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭദ്രകാളി ക്ഷേത്രമായ പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ സ്ഥിതി ചെയ്യുന്ന ഏഴംകുളം ദേവീക്ഷേത്രം. പുരാതന കാലത്തെ നരബലിയെയും കാളിദാരിക സംഘടനത്തെ ഓർമ്മിപ്പിക്കുന്ന ചടങ്ങുകളാണ്. കുട്ടികളെ എടുത്തുള്ള തൂക്കവും ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത. കുട്ടികൾ തൂക്കവില്ലിൽ നിന്നും വീഴാതിരിക്കാൻ ഈ കൊല്ലം മുതൽ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തടിയിൽ തീർത്ത ഒരു രഥമാണ് തൂക്കവില്ല്. തൂക്കവില്ലിന് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാവുന്ന നീണ്ട തൂക്കച്ചട്ടം, വലിയ 4 രഥചക്രങ്ങൾ എന്നിവയുമുണ്ട്. കുംഭമാസത്തിലെ ഭരണി നാളിലെ കെട്ടുകാഴ്ചകൾ കഴിഞ്ഞ് കാർത്തിക നാളിലാണ് തൂക്ക വഴിപാട് ആരംഭിക്കുന്നത്. ക്ഷേത്രത്തിന്റെ 10 കരകളിൽ താമസിക്കുന്നവർക്ക് മാത്രമേ തൂക്കവില്ലിലേറാൻ അനുവാദം. തൂക്കക്കാരുടെ വേഷത്തിന് തൂക്കച്ചമയം എന്നാണ് പറയുക. മുഖത്ത് അരിമാവ് കൊണ്ട് ചുട്ടികുത്തും ചന്ദനക്കുറി, പച്ചത്തുണിയിൽ ചുട്ടിത്തോർത്ത് പിരിച്ചുണ്ടാക്കിയ തലപ്പ, ചുവന്ന പട്ടുകൊണ്ടുള്ള ഉടുത്തുകെട്ടിന് മുകളിലായി നേരിയത് ഞൊറിഞ്ഞുണ്ടാക്കിയ കച്ചവാലും കച്ചപ്പുറവും അരയിൽ മുറുക്കി സ്വർണ്ണാഭരണങ്ങളും അണിഞ്ഞുള്ളതാണ് വേഷം. തൂക്കാശാന്മാരുടെ കീഴിൽ പയറ്റുമുറകൾ അഭ്യസിച്ച ശേഷം കുംഭമാസത്തിലെ രേവതി നാളിൽ തൂക്കക്കാർ മണ്ണടി കാമ്പിത്താൻ കടവിൽ പോയി കുളി കഴിഞ്ഞ് മണ്ണടി ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്ഷയണിഞ്ഞാണ് തിരിച്ച് ഏഴംകുളം ദേവീക്ഷേത്രത്തിലെത്തുന്നത്. തൂക്കവില്ലുകൾ വലിച്ചുകൊണ്ട് വരുന്നതിനു വേണ്ടി ആനയടവി എന്ന ശക്തി സ്വരൂപത്തെ കൂട്ടിക്കൊണ്ടുവരാനാണ് ഈ ചടങ്ങുകൾ എന്നാണ് ഐതിഹ്യം.